മനുഷ്യൻ്റെ ഉള്ളു തൊടുന്ന ഒരു ആത്മാവ് തൊടുന്ന ഒരു വാർത്താ പരമ്പരയ്ക്കാണ് അവാർഡ് ലഭ്യമായത്. 56 സ്ത്രീകൾ ഓൾറെഡി 56 സ്ത്രീകൾ നമുക്ക് അഭിമുഖം തന്നു. അതിൽ തന്നെ നമ്മൾ പുറത്ത് വിട്ടത് കുറച്ച് പേരേ ഉള്ളൂ. അവരവരുടെ 5 കുട്ടികളെയാണ് ഒരേ സമയം കിണറ്റിലിട്ട് കൊന്നത്. ആൻഡ്രിയ പിയ എയ്ഡ്സൺ എന്ന് പറഞ്ഞ 5 കുട്ടികളെ ബാത്ടബിൽ മുക്കിക്കൊന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് അത് വലിയ നെറ്റ്ഫ്ലിക്സ് ഒക്കെ വലിയ സീരീസ് ഒക്കെ ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു. അവർ കൃത്യമായിട്ട് എല്ലാ വാർത്തകളിലും എല്ലാ ചാനലുകളിലും പെരിനാറ്റൽ സൈക്കോസിസ് എന്ന വാക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ചു. നമ്മൾ ഇത്തരം കുഞ്ഞുങ്ങളെ കൊന്നാൽ എന്താ ഉപയോഗിക്കുക? ക്രൂരം, പൈശാചികം, നിന്ദ്യം. അപ്പോൾ നമുക്കൊരു വലിയ ബോധവൽക്കരണത്തിലേക്ക് ഈ സൊസൈറ്റി കൊണ്ടുപോകുക എന്നുള്ളൊരു ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്ത സ്റ്റോറിയായിരുന്നു അത്. നമസ്കാരം. ലീഡേഴ്സ് ടോക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഏതൊരു ജേർണലിസ്റ്റും നേടാൻ ആഗ്രഹിക്കുന്ന ഒരു അവാർഡാണ് രാംനാഥ് ഗോയങ്ക അവാർഡ്. ഇത്തവണത്തെ രാംനാഥ് ഗോയങ്ക അവാർഡ് ജേതാവ് അത് വാങ്ങിയതിന് ശേഷം ആദ്യമായി ദ ഫോർത്തിനോട് സംസാരിക്കുകയാണ്. ഫൗസിയ മുസ്തഫ നമുക്കൊപ്പം ഉണ്ട്. സ്വാഗതം. നമസ്കാരം. അതായത് നമ്മൾ പരമ്പരാഗതമായ വാർത്താ രീതികളിൽ നിന്ന് കുറച്ചുകൂടെ മാറി സാധാരണ നമ്മളുടെ ടെലിവിഷൻ ജേർണലിസത്തിനപ്പുറത്തേക്ക് കടന്ന് മനുഷ്യൻ്റെ ഉള്ളു തൊടുന്ന ഒരു ആത്മാവ് തൊടുന്ന ഒരു വാർത്താ പരമ്പരയ്ക്കാണ് അവാർഡ് ലഭ്യമായത്. അതിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം, അതിന് ഒരു ചോദന ഉണ്ടാവണമല്ലോ. അത്തരമൊരു വാർത്തയിലേക്ക് കടക്കാം. നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് കിട്ടുന്ന ഒരു സംഗതിയിൽ നിന്ന് രൂപപ്പെടുന്ന വാർത്തയല്ല അത്. ആ വാർത്ത രൂപപ്പെടാനുണ്ടായ ആ ഉൾച്ചോദന എങ്ങനെയായിരുന്നു? 2012 ഇന്ത്യ വിഷനിലെ മലപ്പുറം ബ്യൂറോയിലേക്ക് ട്രാൻസ്ഫർ ആയി ചെല്ലുമ്പോൾ അവിടെ ഞാൻ താമസിച്ചിരുന്ന ഓണറുടെ മകളുണ്ടായിരുന്നു. അവർ എന്നേക്കാൾ ചെറുതായിരുന്നു. അപ്പോൾ മുസ്ലിം ഫാമിലി കൂടിയായിരുന്നു. അപ്പോൾ അവരുടെ 2 പ്രസവങ്ങളിലും അവൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് നമ്മൾ കാലം വരെ കേട്ടിട്ടില്ലാത്ത എന്തോ ഒരു പ്രത്യേക തരം അനുഭവങ്ങളാണ്. ഉദാഹരണത്തിന് പറയുക, അവർക്ക് ശബ്ദങ്ങളോട് ഭയങ്കരമായ വെറുപ്പായിരുന്നു. ഒന്നിൻ്റെ ശബ്ദം, ഈവൻ കോഴി ഇങ്ങനെ കരയിലേക്കൂടെ പോകുന്നതോ അല്ലെങ്കിൽ കൂവുന്നതോ, അതിൻ്റെ മൂത്ത കുട്ടി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ നോയ്സ് ഉണ്ടാവും. പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഇതൊക്കെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നടന്നു ഇങ്ങനെയുള്ള ഒരു സൗണ്ടും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെവി പൊത്തിക്കൊണ്ടൊക്കെ കട്ടലിനടിയിലൊക്കെ പോയി ഒളിച്ചിരിക്കുക, അങ്ങനെ ഭയങ്കര വല്ലാത്തൊരു വൈകൃതങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അവരുടെ ഒരു നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ ആ കുടുംബം പാലിച്ചു പോകുന്ന ഒരു നേച്ചർ അനുസരിച്ച് പലരും അവരോട് ഉപദേശം അനുസരിച്ച് അവർ അതിനൊരു സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ളൊരു ചികിത്സയിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ യഥാർത്ഥ കാരണം അവർ ആ കാലത്ത് ഗർഭിണികളായിരിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സിന് അവർ കാണിക്കുന്നുണ്ട്. കൃത്യമായ ഗർഭിണികൾക്കുള്ള ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. ഡോക്ടർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് ഇവർ ഇതിനു വേണ്ടി പോകുന്നു. അവരുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ പ്രസവത്തോടു കൂടി അത് തീർന്നു പോവുകയാണ്. ഈവൻ അതിനെ നമ്മൾ പറയേണ്ടത് ഹോർമോൺ ഇംബാലൻസാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. മറ്റു സാഹചര്യങ്ങളൊന്നും ആ കുട്ടിക്കുണ്ടായിരുന്നില്ല. കാരണം ഹസ്ബൻഡ് നല്ല സ്നേഹമുള്ളവരാണ്, ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഹോർമോൺ ഇംബാലൻസ് വന്നതുകൊണ്ടായിരിക്കും അന്ന് അത് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. പക്ഷെ അതുപോലും മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവർക്കും പറ്റിയിട്ടില്ല. കാരണം ഞാനും അന്ന് അക്കാലം വരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. വലിയ കുട്ടിയോടുള്ളൊരു വെറുപ്പും എതിർപ്പൊക്കെ അത് ചെറിയ കുട്ടിയായപ്പോഴും ഗർഭിണിയായിരുന്നപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കേൾവി ഇല്ലാത്തൊരു കാര്യമാണ്. പിൽക്കാലത്ത് നമ്മളിങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ബക്കറ്റിൽ വീണ് മരിച്ചു. നമ്മളിപ്പോൾ 1 വയസ്സിന് താഴെയുള്ളൊരു കുഞ്ഞൊക്കെ പോയി ബക്കറ്റിൽ വീണ് മരിച്ചു എന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ വലിയൊരു എന്തോ ഒരു അപക്വമായ ഒരു വാർത്തയാണ് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഒരു വേഗാത്ത വാർത്ത പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ വീണു മരിച്ചു, അങ്ങനെ സാധ്യതയില്ല. അതുപോലെ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. പക്ഷേ ഇവർക്കെതിരെ കേസ് വരും. എങ്ങനെ? ആ രീതിയിലല്ല, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ പെരിനാറ്റൽ സൈക്കോസിസ് ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അത്തരം ഒരു വേർഡിലേക്കോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കാലങ്ങൾ അങ്ങനെ വരുന്ന വാർത്തകളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് ചില പ്രത്യേക ഹാബിറ്റ്സ് ഉണ്ടാവുമല്ലോ നമുക്ക് ഓരോരുത്തർക്കും. ഇപ്പോൾ പണ്ട് കുട്ടിക്കാലത്ത് നല്ല ഫോട്ടോസ് കളക്ട് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ ചില വാർത്തകൾ നമ്മൾ ഫോളോ ചെയ്യും. ഒരു കാലത്ത് സ്പോർട്സ് ആയിരുന്നു, ഒരു കാലത്ത് വേറെ മറ്റേ, അങ്ങനെ ഓരോരോ കാലത്ത് ഓരോ സമയത്ത് ഓരോന്ന് തോന്നും. നമ്മൾ കൊറോണ വന്ന സമയത്താണ്
നിരന്തരമായിട്ട് ഇത്തരം വാർത്തകൾ, അതായത് അടുപ്പിച്ചടുപ്പിച്ച് 4-5 വാർത്തകൾ കൊല്ലം കുണ്ടറ മുതൽ കാസർഗോഡ് വരെ ഞാൻ കേട്ടത്. അപ്പോൾ കാസർഗോഡ് അതിൽ ഏറ്റവും വൈരുദ്ധ്യം എന്ന് പറയുന്നൊരു വാർത്ത കണ്ടതെന്ന് വെച്ചാൽ ആ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഫെമിനിയൻ ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ WHO ബീഹാറിൽ ഇപ്പോൾ കേരളത്തിലെ തന്നെ ഒരു ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ് ആയ ഒരു ഡോക്ടർ എഴുതിയ ഒരു കുറിപ്പായിരുന്നു, ഫേസ്ബുക്ക് കുറിപ്പ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ട്. അന്നത്തെ 2020 അത് സംഭവിക്കുന്ന കാലത്ത് ഇവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ആവശ്യമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ന് വെച്ചാൽ ആ കുട്ടി അത് ചെയ്തതെന്ന് വെച്ചാൽ പ്രസവത്തിൽ മൊബൈലിൻ്റെ ഇയർഫോൺ കേബിൾ വെച്ചിട്ട് കുഞ്ഞിനെ കൊല്ലുന്ന കട്ടിലിനടിയിൽ വെക്കുകയാണ് ചെയ്തത്. അതിനെ അറസ്റ്റ് ചെയ്യുകയും പോലീസ് അന്ന് കാസർഗോഡ് ജയിൽ, അതായത് പിന്നെ ഇവിടുത്തെ ഹോസ്ദുർഗ് ജയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ, അവിടുത്തെ ജയിലിലേക്ക്, വനിതാ ജയിലിലേക്കാണ് അതിനെ മാറ്റുകയൊക്കെ ചെയ്യുന്നത്. ആ പ്രസവാനന്തര ചോരയോട് അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടറുടെ കുറിപ്പാണ് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത്. അതായത് നിങ്ങൾക്കൊരു കുഞ്ഞിന് ആവശ്യമില്ല എന്ന് തോന്നുകയാണ്, നിങ്ങൾക്കതിനെ അമ്മത്തൊട്ടില്ലെങ്കിലും കൊണ്ടു കൊടുത്തുകൂടായിരുന്നോ, എന്തിനിങ്ങനെ ക്രൂരത ചെയ്തു എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഒരു ഡോക്ടർ അങ്ങനെ എഴുതിയെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ, അതിൽ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ ഗർഭം ധരിച്ചു എന്ന് മാത്രമല്ല, അവർ പ്രസവത്തിൽ തന്നെ അതിന് ആ ഒരു കൃത്യം, അത് സ്വന്തം പ്രസവമാണ്, അവർ വീട്ടിൽ വെച്ചാണ് പ്രസവിക്കുന്നത്. നമ്മളുടെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും കൃത്യമായിട്ട് വീടുകളിൽ എത്തുന്ന സമയം കൂടിയാണ്. നമുക്കാർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളൂ, പക്ഷെ ആരോഗ്യ പ്രവർത്തകർ കൃത്യമായിട്ട് വരുന്നുണ്ട്. വാക്സിൻ ഉൾപ്പെടെയുള്ളവർ ഓടിച്ച് പിടിച്ച് വാക്സിൻ എടുപ്പിക്കുന്ന കാലം കൂടിയാണ്. അല്ലെങ്കിൽ അറസ്റ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്ന കാലത്താണ് ഈ പെൺകുട്ടി അങ്ങനെ ചെയ്തത്. ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ളത് അതിലേറെ ഞെട്ടിക്കുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന് ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് 10 മാസം തികഞ്ഞ് വീട്ടിൽ വെച്ച് പ്രസവിച്ച ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇത് നടക്കുന്നത്, അവരറിഞ്ഞില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ ഒരു ജേർണലിസ്റ്റ് എഴുതിയിരുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു വാക്കിൽ അതിനെ ഒതുക്കി കളയുകയാണ് ചെയ്തത്. ഡിപ്രഷൻ അന്ന് ഈ കൊറോണ കാലത്താണ് നമ്മൾ കുറച്ചെങ്കിലും ആ വാക്ക് കേൾക്കുന്നത്. ആക്ച്വലി അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലായിരുന്നു, അത് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് തന്നെയായിരുന്നു. അതിനപ്പുറത്തേക്കുള്ള റിസർച്ച് എന്നുള്ളതിലേക്കൊന്നും ആരും പോയില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടറും ഇങ്ങനെ എഴുതിയപ്പോൾ നമുക്ക് എന്താണ് ഇതിനൊരു പരിഹാരം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റീസൺ ഉണ്ടാവില്ല, ജെനുവിൻ റീസൺ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അങ്ങനെ ചെയ്ത കുറേ പേര് തപ്പിപ്പിടിച്ച് വിളിച്ച്, അവർക്ക് അക്കാലത്ത് സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരുടെ ഒരു ട്രസ്റ്റ് സമ്പാദിക്കുക എന്നുള്ളത് വലിയ ക്രൈസിസ് ആയിരുന്നു. നമുക്ക് മുന്നോട്ടുള്ള വഴികളിൽ അടച്ചു പോകുക എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവർ പെരുമാറിയത്. കാരണം അവർ അതുപോലെ സമൂഹം കല്ലെറിഞ്ഞ് ഒരു വീടിൻ്റെ ഇരട്ടകങ്ങളിലേക്ക് തള്ളി വെച്ചിരുന്നു. പുറത്തിറങ്ങിയാൽ അവർ കൊലയാളി എന്നല്ലാണ്ട് വേറൊന്നും, കാരണം സ്വന്തം കുഞ്ഞിനെ കൊന്നവരെ പിന്നീട് സമൂഹം ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മുടെ സൊസൈറ്റി ഇതുപോലെ പരിഷ്കൃതമാണെന്ന് പറഞ്ഞാലും സ്വന്തം കുഞ്ഞിനെ കൊന്ന അമ്മ എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ കുറേ കാലത്തെ ടോക്കിന് ശേഷം അവർ നമ്മോട് മനസ്സ് തുറക്കുന്നുണ്ട്. ആളുകൾ പറയുന്നതല്ലേ കുഞ്ഞിനെ കൊന്നു, അവർക്ക് ഓർമ്മയില്ല എന്നാണ് അവർ പറഞ്ഞത്. ആ ഓർമ്മയില്ല എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട് എല്ലാം. ഓർമ്മയില്ലാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് അവർ സംസാരിക്കാൻ റെഡി ആവുന്നുണ്ട്. പല പ്രാവശ്യം സംസാരിക്കാൻ പല കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അവരതിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളതൊക്കെ എന്നോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ട്രസ്റ്റ് സമ്പാദിച്ചതിന് ശേഷമാണ് ന്യൂസ് മലയാളത്തിലെത്തുകയും ന്യൂസ് മലയാളത്തിൽ ഇത് അവതരിപ്പിക്കുകയും ഇവരോട്, ചീഫ് എഡിറ്ററോട് അത് പറയുകയും അദ്ദേഹം വഴി പിന്നെ ക്യാമറയ്ക്ക് മുമ്പിൽ, അപ്പോഴും ക്യാമറ ഇവർക്ക് ഭയമാണ്. അപ്പോൾ ഞാൻ കൊടുത്ത വാക്കിൻ്റെ ഒരു ഉറപ്പിലാണ് അവർ ക്യാമറകൾക്ക് മുമ്പിലിരുന്നത്. 56 സ്ത്രീകൾ, ഓൾറെഡി 56 സ്ത്രീകൾ നമുക്ക് അഭിമുഖം തന്നു. അതിൽ തന്നെ നമ്മൾ പുറത്ത് വിട്ടത് കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി 2-3 കുട്ടികളൊക്കെ കൊന്നവരുണ്ട്. മനസ്സിലായോ? അതാണ് അവസ്ഥ. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് എടുത്ത നിലപാട് എന്തായിരുന്നു, സ്റ്റേറ്റ് എടുക്കാതെ പോയ നിലപാട് എന്താണ്, സ്റ്റേറ്റ് ഇനി എന്ത് എടുക്കും എന്നുള്ളതൊക്കെ തന്നെ നമ്മളതിൻ്റെ ഭാഗമാക്കിയത്. അപ്പോൾ നമുക്കൊരു വലിയ ബോധവൽക്കരണത്തിലേക്ക് ഈ സൊസൈറ്റിയെ കൊണ്ടുപോകുക എന്നുള്ളൊരു ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്ത സ്റ്റോറിയായിരുന്നു അത്. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഇപ്പോൾ നിങ്ങളാണെങ്കിലും ഹോസ്പിറ്റലുകളിലെ എല്ലാ ബോർഡുകളും ടെറ്റനസ് കുത്തിവെപ്പ് മുതൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, അതുപോലെ ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മുടെ ഫോളിക് ആസിഡ്, അയൺ, നമുക്ക് എന്തെല്ലാം ലഭിക്കാമോ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ എടുക്കണമെന്നാണ്, നിർബന്ധമായാണ് എടുക്കണം എന്നുള്ളതാണ്. കുട്ടികളുടെ വാക്സിനേഷൻ ആണെങ്കിൽ അവർക്ക് 15 വയസ്സ് വരെ ഓരോ പീരീഡിലും BCG മുതലുള്ളത് കൃത്യമായിട്ട് എടുക്കണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ കുട്ടികളുടെ അമ്മയ്ക്കെതിരെയും കേസുണ്ട്, ഇപ്പോൾ അങ്ങനെയുണ്ടല്ലോ. ഒരു വാക്ക് പോലും ഗർഭിണികൾക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ പ്രീപാർട്ടം സൈക്കോസിസ്
അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഇത് വരുമെന്നും ഇതിനെതിരെ നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇതിന് മരുന്നുണ്ടെന്നും ഇത് 100% ചികിത്സിച്ച് മാറ്റാമെന്നുള്ള ഒരു വരി പോലും നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല, സത്യമാണ്, കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണം ഉണ്ടായിരുന്നത്. ആ അന്വേഷണമാണ് ഇത്തരം സ്ത്രീകളിലേക്ക് എത്തിയത്. അപ്പോൾ അവർക്കും അറിയില്ലായിരുന്നു അസുഖത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളത്. അതായത് ഗുരുതരമായ മാനസിക രോഗം. അത് എല്ലാവരും എഡ്യൂക്കേറ്റഡോ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്തയോ സ്ത്രീകളെ അക്കാലം വരെ മാനസിക രോഗത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത മനുഷ്യരാണ് ഗർഭം ധരിക്കുകയും ഗർഭത്തെ തുടർന്നുണ്ടാവുന്ന അസുഖങ്ങളും പിന്നീട് പ്രസവത്തെ തുടർന്നുണ്ടാവുന്ന ഈ ബ്ലൂസ്. 3 ഘട്ടങ്ങളാണ് ബ്ലൂസ് വരും. ബ്ലൂസ് എന്ന് പറഞ്ഞൊരു മാന്തിയാണ്, ജസ്റ്റ് ഒന്നിനോടൊരു പിന്നെ ഉറക്കക്കുറവൊക്കെ വരുമ്പോൾ താല്പര്യമില്ലായ്മ. പിന്നീട് അത് ഡിപ്രഷൻ വരും, 2ാമത്തെ സ്റ്റേജിലേക്ക് പോകും. ഡിപ്രഷനും ചികിത്സ കിട്ടുന്നില്ല അല്ലെങ്കിൽ വേണ്ട സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് സൈക്കോസിസിലേക്ക് മാറും. ആ സൈക്കോസിസിലേക്ക് വരുമ്പോഴേക്ക് ഹാലൂസിനേഷൻ സംഭവിക്കുന്നുണ്ട്, ഡെലൂഷനെ സംഭവിക്കുന്നുണ്ട്. അവരവരുടെ കൺട്രോളിലല്ല, അവർ വേറെ ഒരു കൺട്രോളിലാണ് ഉണ്ടാവുക. ആ കൺട്രോൾ കഴിഞ്ഞ് പിന്നെ ഇവർ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും ഇവർ മക്കൾ നഷ്ടപ്പെട്ടു എന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല. എന്ത് ചെയ്തു എന്നുള്ള ബോധം പോലും ഇല്ലാത്ത ഒരു വല്ലാത്ത ഗുരുതര മാനസിക രോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരിക്കലും ഇവരെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റാതെ പോകും എന്ന് വിചാരിക്കാൻ കഴിയില്ല എന്ന് മനുഷ്യർ വിചാരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതിന് കൃത്യമായ ചികിത്സയുണ്ട്. ഈ രോഗം ലോകത്ത് ഐഡൻറ്റിഫൈ ചെയ്തതാണ്. ഈ ലോകത്ത് മറ്റു പരിഷ്കൃത രാജ്യങ്ങളെല്ലാം ചികിത്സയും അതിനുള്ള പ്രോട്ടോക്കോളും അതിനുള്ള ലീഗൽ പരിരക്ഷയും നിയമപരിരക്ഷയും ഉറപ്പുവരുത്തിയ രാജ്യങ്ങളുണ്ട്. അത് നമ്മൾ കാണാതെ പോയി എന്നുള്ളത് തന്നെയാണ്. ഈ 56 എന്ന് പറഞ്ഞ സംഖ്യ കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കുന്നൊരു സംഖ്യയാണ്. കാരണം അതിൽ കൂടുതലും ഉണ്ടാവാമല്ലോ. നമ്മൾ കണ്ടെത്തിയാണ് 56 പേരെ. പക്ഷേ നമ്മൾ കണ്ടെത്താതെ പോയ എത്രയോ മനുഷ്യർ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ അതിനെ 56 സാമ്പിൾ എടുക്കുന്നു എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ 56 പേരെ നിങ്ങൾ കാണുന്നു. അതിനകത്ത് ഏറ്റവും വേദനിപ്പിച്ച ഒരു സംഭവം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എനിക്ക് ഏറ്റവും വേദന എന്ന് പറയുന്നത്, ഞാൻ ആ വിഷ്വലൊക്കെ കണ്ടപ്പോഴും നമുക്ക് ഭയങ്കര ഹൃദയം ഇങ്ങനെ മുറിഞ്ഞ് നമ്മളില്ലാണ്ടായി പോയെങ്കിൽ എന്ന് തോന്നിയ ഒരു വേദന എന്ന് പറയുന്നത്, കേരളത്തിന് പുറത്ത് റൂണ സാഹിനി റായ്ഗഡിൽ ചെയ്ത ഒരു പെരിനാറ്റൽ സൈക്കോസിസ് പരമ്പരയായിരുന്നു. അവരവരുടെ 5 കുട്ടികളെയാണ് ഒരേ സമയം കിണറ്റിലിട്ട് കൊന്നത്. അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ മദ്യപാനം, സ്ഥിരമായിട്ട് ഒരു മദ്യപാനം, ഇവരെ സംശയമായിരുന്നു. 5 കുട്ടികളുണ്ട്, അതിന് പുറത്ത് ഇവരുടെ സംശയരോഗമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇയാൾ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അപ്പുറം ഉള്ളവരൊക്കെ ചേർത്ത് പിടിച്ച് സംശയവും പറഞ്ഞ അടിയും പതിവാണ്. അപ്പോൾ ഇത് കുട്ടികളുടെ അടുത്ത് പറയുന്നത് അച്ഛൻ്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടാനാണ്, വാ നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ 10 വയസ്സ് വരെയുള്ള കുട്ടിയുണ്ട്, ചെറിയ മുല കുടിക്കുന്ന കുഞ്ഞിനെ മുതൽ ഒന്നിനെ ഒക്കത്ത് ഒന്നിനെ കയ്യിൽ പിന്നെ 3 എണ്ണത്തിന് വാ എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ മക്കൾ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ് എന്ന് തോന്നുമല്ലോ. പക്ഷെ അവർ രക്ഷപ്പെടുത്തില്ല. അവിടുത്തെ ഒരു പഞ്ചായത്ത് കുളത്തിൽ സ്ത്രീ ഇതിനെ മറ്റ് 3 എണ്ണത്തിന് ആദ്യം ഇട്ടു. പിന്നെ അവർ ഒക്കത്ത് എടുത്തു, ഒരെണ്ണത്തിന് ഒരു എളിയിലും പിടിച്ചിട്ട് അവർ ആത്മഹത്യ. ഈ കുഞ്ഞുങ്ങളെങ്ങനെ എടുക്കുമ്പോൾ പിന്നെ 5 കുട്ടികളും പെടയായിരുന്നു. അപ്പോൾ ഇവർക്ക് ബോധം വരുന്നുണ്ട്. അപ്പോൾ ബോധം വരുന്ന സമയത്ത് ഇവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ വഴിയെ കൂടി പോയ മനുഷ്യരിത് കേട്ടിട്ട് വരുമ്പോഴേക്ക് കുട്ടികൾ ഇങ്ങനെ പെടക്കുന്നുണ്ട്. അവസാന ഭൂമിയിൽ ഒരു ശ്വാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു പെടാപ്പാട് അവർ അനുഭവിക്കുന്നുണ്ട്. അതൊരു രംഗം, അത് നമ്മളവിടെ ആ രംഗം നമ്മൾ കട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. 2ാമത്തെ ഒരു രംഗം നമ്മൾ അതിലേറെ വിഷമിപ്പിക്കും. അതായത് ഇവർ റായ്ഗഡ് SP ആയിരുന്ന അന്നത്തെ, പിന്നീട് മുംബൈ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു അശോക് ദൂത. ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്ന കാലത്ത് പിന്നെ മുംബൈ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. അയാൾ ANI അതുപോലെ തന്നെ CNN, IBN, NDTV, നമ്മുടെ ആ കാലത്ത് ഉള്ള വിദേശത്തേക്കൊക്കെ പോയ വാർത്തകളിൽ ഒരേ ടൈപ്പ് ഓഫ് വാർത്തയാണ് വന്നത്. ഇന്ത്യയിലെ സ്ത്രീ പൈശാചികമായി 5 കുട്ടികളെ കൊന്നു എന്നുള്ള രീതിയിലുള്ള തലക്കെട്ടോടെയാണ് അത് വന്നത്. അപ്പോൾ അതിനകത്തൊരു ഇദ്ദേഹത്തിൻ്റെ ഒരു കോട്ടുണ്ട്, ആരുടെ, റായ്ഗഡ് SP അശോക് ദൂത് IPS. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ അവളോട് ചോദിച്ചു, പിന്നെ നിനക്കിനി ഈ ഭൂമിയിൽ അമ്മയെ എന്ന് വിളിക്കാൻ ആരും തന്നെ ഇല്ലല്ലോ എന്ന്. അപ്പോഴും നിർവികാരമായിരുന്നു അവരുടെ കണ്ണുകൾ എന്നായിരുന്നു. ഇവളൊന്നും പ്രതികരിച്ചില്ല. അതായത് അവർ മാനസികമായിട്ട് തകർന്നു പോയി, അല്ലെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നല്ല ഇവർ പറഞ്ഞത്. അവർക്ക് അവരുടെ ചെയ്തിയിൽ ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ആ വാർത്തയുടെ സംക്ഷിപ്തം. അപ്പോൾ
അത്രയും വലിയൊരു മുംബൈ സിറ്റി പോലീസ് കമ്മീഷണർ ആവുക, അല്ലെങ്കിൽ മനുഷ്യരോട് എത്രയോ ഇടപെട്ടതിന് ശേഷമായിരിക്കുമല്ലോ ഇവരൊക്കെ അത്തരം പോസ്റ്റുകളിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ജില്ലകൾക്കും. ആ സ്റ്റേറ്റിൽ അവർക്ക് എത്രയോ മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ 5 കുട്ടികളെ കൊന്ന സ്ത്രീക്ക് ഒരു കൂസലും ഇല്ലായിരുന്നു എന്ന് പറയാൻ തക്കവണ്ണം ഒരു പ്രത്യേക എന്താ പറയുക മാനസികാവസ്ഥ അദ്ദേഹത്തിനും ഉണ്ട് എന്നല്ലേ. അങ്ങനെയല്ലേ. അവരിപ്പോഴും ജയിലിലാണ്. റൂണ ഇപ്പോഴും ജയിലിലാണ്. റൂണയെ പുറത്തിറക്കിയിട്ടില്ല. റൂണയ്ക്ക് മതിയായ ചികിത്സ കിട്ടിയോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോഴുള്ള റായ്ഗഡ് എസ് പി ഞാൻ അവസാനമായിട്ട് ഇത് എയർ ചെയ്യുന്നതിന് മുമ്പും വിളിച്ചു. അപ്പോൾ ആൾ എന്നോട് ചോദിക്കുന്നത്, പിന്നെ ഇത് തന്നെയാണ് ഇവരുടെ കുടുംബ പ്രശ്നങ്ങളാണ്, എപ്പോഴും അടിയും വഴക്കും ഒക്കെ തന്നെയാണ്, അവർ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്നുണ്ടായിരുന്നു. പിന്നെ പക്ഷെ എന്നാലും ആ കുഞ്ഞുങ്ങൾ അവർ കൊല്ലണ്ടില്ലായിരുന്നല്ലോ എന്നാണ് അവർ പറയുന്നത്. ആളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ, മനുഷ്യത്വപരമായ ആറ്റിറ്റ്യൂഡാണെങ്കിൽ പോലും അവർ വിചാരിക്കുക എന്താണ്, ഞാനില്ലെങ്കിൽ കുഞ്ഞുങ്ങളെങ്ങനെ ജീവിക്കും എന്നുള്ളത് വിചാരിച്ചു എന്നുള്ളത്. റൂണ ഇന്നും മനസ്സ് തുറന്നിട്ടില്ല. റൂണയെ നമുക്ക് മീറ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. പക്ഷേ ഈ റൂണ എന്ന് പറഞ്ഞ സ്ത്രീ 5 കുട്ടികളെ കൊന്നപ്പോഴും കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഒരൊറ്റ സ്ത്രീ അതിന് വേണ്ടിയിട്ട് അവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെന്തിനത് ചെയ്തോ എന്നുള്ളതൊന്നും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ സ്ത്രീ സമൂഹം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെച്ചാൽ അവരത് മനഃപൂർവ്വം ചെയ്തതായിരിക്കുമെന്നായിരിക്കുമല്ലോ വിശ്വസിച്ചിട്ടുണ്ടാവുക. കേരളത്തിന് അകത്തും അതുപോലെ 3 കുട്ടികളെ തൃശ്ശൂരിലെ സൈന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ചെയ്തിട്ടുണ്ട്. അതിലൊരു കുട്ടി രക്ഷപ്പെട്ട്, അപ്പോൾ 2 കുട്ടികൾ മരിച്ചു. സൈന ഇപ്പോഴും തൃശ്ശൂർ സെൻട്രൽ ജയിലിൽ, വനിതാ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. സൈനയ്ക്ക് മാനസികമായി പ്രശ്നമുണ്ട്, മനസ്സിലായോ. സൈനയും ഇപ്പോഴും അങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരുമായിട്ട് സപ്പോർട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത്ര ചികിത്സ ഉറപ്പാക്കിയോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോഴും നമുക്ക് ഉത്തരം. ബാഹ്യമായ ഈ ഇത്തരം ഇടപെടൽ, കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലായ്മ, അല്ലെ ഭർത്താവിൻ്റെ സപ്പോർട്ടില്ലായ്മ, അല്ലെ ഭർത്താവ് ഉപദ്രവിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ മാത്രമാണോ ഇതിലേക്ക് ഇവരെ നയിക്കുന്നത്? ഇതിൽ ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങളും അതുപോലെ തന്നെ അവർ നിഷ്കർഷിക്കുന്ന പ്രോട്ടോകോൾ പ്രകാരമുള്ള ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഈ രോഗം തുടങ്ങുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഹിക പീഡനം, ലൈംഗിക പീഡനം, കുട്ടിക്കാലത്തുണ്ടായ മുറിവുകൾ, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ മദ്യപാനം, സാമ്പത്തിക അസ്ഥിരതക്കുറവ്, പിന്നെ ചിലപ്പോഴൊക്കെ എന്താ വെച്ചാൽ ഈ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകളെക്കുറിച്ച് അല്ലെങ്കിൽ ഗർഭിണി ആ സമയത്ത് ഒരു ലോല മനസ്സുണ്ടാവും. കാരണം ഒന്നാമത് ഹോർമോണൽ ഇംബാലൻസ് വന്ന് അവർക്ക് ഓൾറെഡി. കാരണം നമ്മൾ പറന്നു പോയിരുന്നവർക്ക് അല്ലെങ്കിൽ നന്നായി ജോലി ചെയ്തിരുന്നവർക്ക് ശാരീരികമായിട്ട് അവർ അവശരാകുമ്പോൾ അവർ വിചാരിക്കും മാനസികമായിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് ചിലപ്പോഴൊക്കെ ചില സ്ത്രീകൾ എത്താറുണ്ട്. പിന്നെ ഈ ശ്രദ്ധക്കുറവ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് പ്രസവത്തിന് ശേഷം ഉറക്കക്കുറവ് നന്നായിട്ട് വരും. കാരണം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിലാണെങ്കിലും കേരള സിസ്റ്റത്തിലാണെങ്കിലും മരുന്നുകൾ, അതായത് കഷായം, നാരിഷ്ടം, ലേഹ്യം, പിന്നെ കാണാൻ വരുന്നവരുടെ കുറേ ആചാരങ്ങൾ, അനാചാരങ്ങൾ, എത്ര എല്ലാ ഇതിലൂടെ പ്രോസസ്സിലൂടെ ഇവർ കടന്നു പോകുന്നത്. അതായത് ഈ ബോഡിയാണ് ഈ കടന്നു പോകുന്നത്. ഈ ബോഡിക്ക് വേണ്ട റെസ്റ്റ് കിട്ടേണ്ട സമയത്ത് ഇവർ ആ റെസ്റ്റ് എടുക്കുന്നില്ല. ഞാൻ ഇപ്പോൾ 2 ദിവസം ഉറക്കമൊഴിച്ചില്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ ബ്രെയിനാണെങ്കിൽ അത് ഡൗൺ ആകും. അപ്പോൾ ദിവസങ്ങളോളം ഉറക്കൊഴിക്കുന്ന സ്ത്രീയെക്കുറിച്ച്, അതായത് അവർ ഒന്നാമത് മെൻ്റലി മാത്രമല്ല ഫിസിക്കലി അവർ വയ്യാണ്ടിരിക്കുന്നതാണ്. അവർക്ക് ബ്ലീഡിങ് പോലുള്ള പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ അസ്വസ്ഥതകളുണ്ട്, അതിനിടയിൽ കുഞ്ഞിൻ്റെ കരച്ചിലുണ്ട്, കുഞ്ഞിന് പാല് കൊടുക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ ഫുൾ ടൈം ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കണം, ബോഡിയും മൈൻഡും. അത്തരം പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് വേണ്ട സപ്പോർട്ട് കുടുംബം കൊടുക്കണമെന്നാണ്. അതിന് പകരം ആ സപ്പോർട്ട്, അതായത് ഉറങ്ങാനുള്ള സമയം പോലും നൽകാത്ത, അല്ലെങ്കിൽ ആ കുട്ടി ഒന്ന് ഉറങ്ങാൻ അതിനുള്ള വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതിന് പകരം നമ്മളിപ്പോഴും ഈ ആചാരങ്ങളും അനാചാരങ്ങളെയും തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആ റെസ്റ്റ് വേണ്ട സമയത്ത് റെസ്റ്റ് തന്നെ കിട്ടണം. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയെ നോക്കാൻ അമ്മ തയ്യാറെടുക്കുന്നുണ്ട്, പക്ഷേ അമ്മയെ നോക്കാൻ കൂടി ഒരാൾ തയ്യാറാവണം എന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് പഠിക്കുന്നൊരു പാഠം. കാരണം അമ്മയ്ക്ക് അമ്മയുടേതായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടായിക്കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലൊക്കെ എപ്പം വേണമെങ്കിലും അവർ രൂപാന്തരപ്പെടാം. അപ്പോൾ അവരെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആ കുടുംബത്തിൽ ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക്, അല്ലെങ്കിൽ അങ്ങനെ അവരെ അതിന് ആ കുടുംബത്തെയോ ആ കുടുംബാംഗങ്ങളെയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതിലെന്തെന്നറിയുമോ, ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പറയൂ സിസ്റ്റം എന്ന് പറയുന്നത്, എനിക്ക്
മനസ്സിലാക്കാൻ പറ്റാതെ പോയി. ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന സമയത്ത് പറഞ്ഞത് ഇപ്പോൾ 1925 ബ്രിട്ടൻ പോലുള്ള ഒരു രാജ്യം ഇൻഫൻറ്റിസൈഡ് ആക്ട് പോലുള്ള നിയമങ്ങളൊക്കെ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നുണ്ട്. പിന്നീട് അതിൽ നിന്നൊക്കെ കടം കൊണ്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അവരുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അതായത് മാതൃമാനസികാരോഗ്യ നയങ്ങൾ തന്നെ രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റ് UK പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു സ്ത്രീ അവരുടെ പിന്നെ പ്രോട്ടോക്കോൾ തന്നെ അവർ മാറ്റുന്നുണ്ട്. അതായത് ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, പിന്നെ 2000 ആൻഡ്രിയ പിയ എയ്ഡ്സൺ എന്ന് പറഞ്ഞ 5 കുട്ടികളെ ബാത്ത് ടബിൽ മുക്കിക്കൊന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് അത് വലിയ നെറ്റ്ഫ്ലിക്സൊക്കെ വലിയ സീരീസൊക്കെ ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നത്. അപ്പോൾ അവരുടെ അത് അമേരിക്ക അതിനെ വിശേഷിപ്പിച്ചത് നൂറ്റാണ്ടിലെ കൊലപാതകം എന്നായിരുന്നു. ഭയങ്കരമായിട്ട് അമേരിക്ക ഞെട്ടിപ്പോയൊരു സംഭവമായിരുന്നത്. അപ്പോൾ അമേരിക്കയിൽ ആ സ്ത്രീ അതിനെ കുട്ടികളെ കൊന്നിട്ട് ഇവർ വിളിച്ച് പറയുന്നുണ്ട്, ഇവർ ആംബുലൻസ് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്, പിന്നെ ആംബുലൻസ് അയക്കണം, ഞാനിങ്ങനെ കുട്ടികളെ കൊന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് പിന്നെ ഇത് ചാനലുകൾ വഴി ലോകം മൊത്തം കാണുന്നുണ്ടല്ലോ, പിന്നെ എന്താ നിങ്ങൾക്ക് വന്നാൽ. അവർ ഹാലൂസിനേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും അത് അവരുടെ കോൾ റെക്കോർഡാണ്. അതായത് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുമ്പോൾ ആ കോൾ എല്ലാം റെക്കോർഡാണ്. അതേ റെക്കോർഡാണ് പിന്നീട് കോടതിയിലൊക്കെ തെളിവായി എടുത്തതെങ്കിലും ഇവരെ എന്ത് ചെയ്തു, വധശിക്ഷയ്ക്ക് വിധിക്കണം എന്നുള്ളൊരു ആവശ്യത്തിലാണ് ജൂറി എത്തിയത്. അതായത് പിന്നെ ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവരെത്തിയത്. പക്ഷേ അവിടെ എന്തുണ്ടായെന്ന് വെച്ചാൽ ജനതയുടെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അവർ തെരുവിലിറങ്ങി. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്, സിസ്റ്റം ഇത് കണ്ടുപിടിക്കണമായിരുന്നു. ഇവർ നിരപരാധിയാണ്, ആൻഡ്രിയ നിരപരാധിയാണ്, അവർക്ക് അവരുടെ രോഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലല്ലോ. പക്ഷേ ഈ രോഗം ഉണ്ടെന്നും ഇതിന് ചികിത്സയുണ്ടെന്നും അത് കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ഉത്തരവാദിത്ത സിസ്റ്റത്തിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ആ കേസ് അവരുടെ ഇതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരെന്ത് ചെയ്തു, കേസ് റിട്രീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പുനഃപരിശോധിച്ചു. ആൻഡ്രിയക്ക് പിന്നെ പെരിനാറ്റൽ സൈക്കോസിസ് ആയിരുന്നു എന്നുള്ളത് അവരുടെ ഫോറൻസിക് സൈക്കാട്രി ഉൾപ്പെടെയുള്ള ജൂറി 12 അംഗ ജൂറി വെച്ചിട്ട് അവർ തീരുമാനിച്ച് ഡിസിഷനിലെത്തി. അവർ ആ സമയത്ത് ആൻഡ്രിയയെ ചികിത്സിച്ച ആൻഡ്രിയയുടെ കുട്ടിക്കാലത്തെ സുഹൃത്തുക്കൾ, ആൻഡ്രിയയുടെ കൂട്ടുകാരായിരുന്നു, കോളേജിലുള്ളവർ, ഭർത്താവിൻ്റെ ബന്ധുക്കൾ, അങ്ങനെ എല്ലാവരെയും ഇവർ ഇതിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് തെളിവിന് വേണ്ടിയിട്ട്. എവിടെയാണ് ഈ ആൾക്ക് പഴിച്ചത്, ഇവളുടെ ഈ മൈൻഡ് എവിടെ പാളിപ്പോയി എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഡിസിഷനിലെത്തി അവർക്ക് പെരിനാറ്റൽ സൈക്കോസിസ് ആയിരുന്നു എന്ന് വിലയിരുത്തി അവരെ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അവർക്ക് കൃത്യമായ ചികിത്സ കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു എന്നറിയുമോ, ഇതേ ആളുകൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാസർഗോഡുള്ളവർ, ഇവളെ ജയിലിൽ അയക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. പോലീസ്, അതായത് ബദിയടുക്ക പോലീസ് ഒരു മനുഷ്യ പരിഗണന നൽകുന്നുണ്ട്, മാനുഷിക പരിഗണന. അത് ഇപ്പോൾ പ്രസവിച്ചതല്ലേ ഉള്ളൂ, അതിൻ്റെ ബ്ലീഡിങ് ഒന്നും നിന്നില്ലല്ലോ എന്നുള്ളൊരു പരിഗണന അവർ മനസ്സിലെടുക്കുന്നുണ്ട്. കാരണം എങ്ങനെ അയക്കും എന്നുള്ളത്, കാരണം അതിന് മാറാനുള്ള ഡ്രസ്സ്, കുറേ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ ആക്ഷൻ കമ്മിറ്റി ഭർത്താവിൻ്റെ കുടുംബക്കാരും കൂടെ ചേർന്ന് കൊണ്ടൊരു ഉണ്ടാക്കി അതിനെ ജയിലിൽ അയക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ക്രൂരമല്ലേ? അപ്പോൾ ഞാൻ ഷാഹിനോട് ചോദിച്ചിട്ടുണ്ട്, ഷാഹിനയ്ക്ക് അത് ഓർമ്മയില്ല സത്യത്തിൽ. ഷാഹിന ഈ വാർത്തയെ തുടർന്ന്, നമ്മുടെ ഈ വാർത്തയ്ക്ക് വന്നതിന് ശേഷം ഷാഹിനയെ കോടതി വെറുതെ വിട്ടു കേട്ടോ. ഷാഹിനയുടെ പെരിനാറ്റൽ സൈക്കോസിസ് ആയിരുന്നു എന്നുള്ളത് തെളിയിക്കാനും ഇന്നും നമ്മുടെ കേരളത്തിൽ പെരിനാറ്റൽ സൈക്കോസിസ് ബാധിച്ച് കൊലപാതകം ചെയ്ത സ്ത്രീകളെ രോഗം വിലയിരുത്താനുള്ള സംവിധാനം നമ്മുടെ സിസ്റ്റത്തിന് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതായത് കേരളത്തിൽ 40,000-നും 50,000-നും ഇടയിൽ പ്രസവങ്ങൾ നടക്കുമ്പോൾ ഇവിടെ പെരിനാറ്റൽ സൈക്കോസിസിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയ 12-ഓ 14-ഓ ഡോക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ ഈ ഗൈനക്കോളജിസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ MBBS-ലുള്ളവരാണെങ്കിലും ഒരു സെമ്മിൽ ഇത് പഠിക്കുന്നുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സെമിസ്റ്റർ കണ്ടിട്ടില്ല എങ്കിലും പക്ഷേ അവരോട് ചോദിക്കുമ്പോൾ അവരിത് എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റാതെ പോകുന്നു എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു അവർക്ക് 1 മിനിറ്റ് ഒരു രോഗിയെ ചികിത്സിക്കാനുള്ള മാക്സിമം ടൈം കിട്ടുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അവർ ഈ ഗർഭിണിയുടെ പ്രഷറും ഷുഗറും ഒക്കെ നോക്കുക എന്നല്ലാണ്ട് ഇത് നോക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സിസ്റ്റത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് പിന്നെ സൊസൈറ്റി ആവശ്യപ്പെടണം. ആ സൊസൈറ്റി ആവശ്യപ്പെടാത്തത് കൊണ്ട് സിസ്റ്റം അത് ചെയ്തില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ സിസ്റ്റം നേരിട്ട് ഡയറക്റ്റായിട്ട് അതിനെ ഒരു ഇടപെടൽ നടത്തണം. അതായത് ഇങ്ങനൊരു സംഭവമുണ്ട്, ഇപ്പോൾ ഇത്രയും കുട്ടികൾ കൊലപാതകം ചെയ്യുമ്പോൾ എന്തുകൊണ്ടെന്നുള്ളത് സിസ്റ്റം. നമ്മുടെ വാർത്തകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആൻഡ്രിയയുടെ വാർത്ത അന്ന് വന്നതിന് ശേഷം അവിടങ്ങളിലുള്ള വാർത്തകൾ, ഇത്തരം വാർത്തകൾ വരുമ്പോൾ അവർ കൃത്യമായി പെരിനാറ്റൽ സൈക്കോസിസ് എന്ന് തന്നെ വാർത്തകളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അതേ ആളുകൾ
ഇന്ത്യയിൽ റൂണ 6 കുട്ടികളെ കൊന്നിട്ടോ, 6 കുട്ടികളെ, റൂണ സാഹിനി 6 കുട്ടികളെ കൊന്നപ്പോൾ അവർ പൈശാചികം എന്ന് വിശേഷിപ്പിച്ചു. നമ്മൾ ഇവിടുന്ന് കൊടുത്ത ഔട്ട്പുട്ട് അതായിരുന്നു. അതുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അവരൊരു അവിടുത്തെ ടെലിവിഷൻ വാർത്തകൾ, അതായത് കഴിഞ്ഞ വർഷം 2024 ലിൻസെ ക്ലാൻസി എന്ന് പറഞ്ഞ അമേരിക്കയിലെ മാസച്യൂസെറ്റ്സ് ജനറൽ ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്ന ലിൻസെ ക്ലാൻസി 3 കുട്ടികളെ കൊന്നു. അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവരിപ്പോഴും ബെഡ് റീഡറാണ്, മനസ്സിലായോ, നട്ടെല്ലൊക്കെ പൊട്ടി. പക്ഷേ അവർ കൃത്യമായിട്ട് എല്ലാ വാർത്തകളിലും എല്ലാ ചാനലുകളിലും പെരിനാറ്റൽ സൈക്കോസിസ് എന്ന വാക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ചു. നമ്മൾ ഇത്തരം കുഞ്ഞുങ്ങളെ കൊന്നാൽ എന്താ ഉപയോഗിക്കുക? ക്രൂരം, പൈശാചികം, നിന്ദ്യം, പിന്നെ മറ്റ് നമ്മൾ വായിൽ പറയാൻ പറ്റാത്ത വാക്കുകളാണ് താഴെ മൊത്തം വരിക. അതിൽ തന്നെ ഞാൻ പറയട്ടെ, സ്ത്രീകൾ, പ്രത്യേകിച്ച് ഞാൻ പറയാം സ്ത്രീകൾ കാര്യം കൂടെ പറയാം. സ്ത്രീകൾക്കും ഇതേക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്തവരാണ്. അവർ പറയും, ആ കുട്ടീനെ ഞങ്ങൾക്ക് തന്നുകൂടായിരുന്നോ, ഞങ്ങൾ പൊന്നെ പോലെ നോക്കില്ലായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ കുട്ടികളില്ലാത്ത, ചിലർ പറയും കുട്ടികളില്ലാതെ ഇത്രയും വർഷമായിട്ട് ചികിത്സ ചെയ്യാൻ എനിക്ക് തന്നുകൂടായിരുന്നോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ അവർക്കും ഈ രോഗത്തെക്കുറിച്ച് വിവരമില്ല, ഈ ചെയ്തവർക്കും വിവരമില്ല. എല്ലാവരും തുല്യരാണ്. അപ്പോൾ ഈ എല്ലാവരും തുല്യ നിലയിലേക്ക് എത്തിക്കാൻ ഒരു സിസ്റ്റത്തിന് മാത്രമേ പറ്റുള്ളൂ. ഈ സിസ്റ്റം അത് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയണ്ടേ, ഡോക്ടർമാർ പറയണം ഇങ്ങനൊരു അസുഖമുണ്ട്. അവർക്കാണ് ആദ്യത്തെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. ഇവരുടെ ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യം അവർക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മാധ്യമങ്ങളും പോലീസുകാരും എഴുതി പിടിപ്പിക്കുന്ന വാർത്തകൾ അവരും തന്നെ ഒരു സൈഡിലിരുന്ന് കണ്ട് അതല്ല എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഇന്നേ വരെ രംഗത്ത് വന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ മറ്റേ ഡോക്ടർ അങ്ങനെ അമ്മത്തൊട്ടിൽ കൊടുത്തുകൂടായിരുന്നോ എന്ന് പറഞ്ഞ് അവരങ്ങനെയല്ല പ്രതികരിക്കേണ്ടിരുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് ബോധവൽക്കരണം നടത്തേണ്ടിയിരുന്ന അതിന് ചുമതലപ്പെട്ട ആളായിരുന്നു. പക്ഷെ അവരതങ്ങനെയല്ല ചെയ്തത്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് ഈ സ്ത്രീകളൊക്കെ എന്ന് വെച്ചാൽ എന്തൊരു വലിയൊരു ഇതിലേക്കാണ് അവരെ നയിച്ചതെന്ന് ആലോചിക്കും. നോർമൽ ലൈഫ് നയിക്കേണ്ട സ്ത്രീകളായിരുന്നു ഇവർ. അവർക്കൊരിക്കലും മരണം വരെയും നോർമൽ ലൈഫ് ഇനി നയിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ഈ സംവിധാനം രൂപപ്പെടുത്തി കഴിഞ്ഞു. അത് മാറണം, അത് മാറിയേ പറ്റൂ.